ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. വിയറ്റ്നാമിലെ നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ തിരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഹാലോങ് ബേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. കാലത്ത് 8 മണിക്ക് ഹോട്ടലിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ പോകുന്ന വഴിയിലുള്ള റിഫ്രഷ്മെൻറ്റ് കേന്ദ്രത്തിൽ ഇറങ്ങിയതാണ്. ശരിക്കും ഒരു 170 കിലോമീറ്റർ ദൂരമുണ്ട് ഹാലോങ് ബേയിലേക്ക്, നമ്മളെ ഹാനോയ് സിറ്റിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു 1.5 മണിക്കൂർ ഇപ്പോൾ യാത്ര ചെയ്യും. 2.5 മണിക്കൂറാണ് പറയുന്നത്. അപ്പോൾ 1.5 മണിക്കൂർ യാത്രയായി. ഇനിയൊരു 1 അവറോട് യാത്രയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹാനോയിലുള്ള വിശേഷങ്ങൾ ഞാൻ തുടർന്ന് പറയാം. ഇപ്പോൾ ഞാൻ ഈ റിഫ്രഷ്മെൻറ്റിലൊന്ന് പോയി നോക്കാം. ഒരുപടി വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ റിഫ്രഷ്മെൻറ്റ് ഏരിയയിൽ. നമ്മളെ യമുന എക്സ്പ്രസ് വേ, നമ്മൾ നോയിഡയിലേക്കൊക്കെ പോകുന്ന ആ വേയിലും ഇതേമാതിരി കുറേ റിഫ്രഷ്മെൻറ്റ് ഏരിയകൾ കാണാം. ഇതിൻ്റെ ബാക്കിൽ പെട്രോൾ പമ്പ് ഉണ്ട്. നല്ല സൗകര്യങ്ങളുള്ളൊരു സ്ഥലം കേട്ടോ. വാഹനത്തിലുള്ള എല്ലാവരും ഒന്ന് ഫ്രഷായി എത്തി കേട്ടോ. അതിനുശേഷം നമ്മൾ വണ്ടി എടുത്തു. വണ്ടി ഇനി ഏകദേശം ഒരു 1 അവർ യാത്ര. 1 അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം നല്ല കിലോമീറ്റർ ഓടാനുണ്ട്. അടിപൊളി റോഡായതുകൊണ്ട് 1 അവർ ഒന്നും വലിയ പ്രശ്നമല്ല അത്രയും കിലോമീറ്റർ ഓടുന്നതിന്. ഇപ്പോൾ നമ്മളെ വണ്ടിയിൽ കുറച്ച് 1-2 സീറ്റുകളെ കാര്യമുള്ളൂ. ബാക്കി എല്ലാ സീറ്റിലും ആളുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ. പുള്ളി നല്ല ചുള്ള ചെക്കനാണ്. ഇതാണ് നമ്മുടെ ടീം. ഈ വാഹനത്തിൽ നിന്ന് നമ്മൾ ഹാനോയിൽ നിന്ന് പോകുന്ന ടീമാണ്. ഈ നമ്മളെ ഇപ്പോൾ കോഴിക്കോടുള്ള ബൈപ്പാസ് ആ റോഡിൻ്റെ പണി കഴിയുമ്പോൾ, ഹൈവേൻ്റെ പണി കഴിയുമ്പോൾ ഇതേമാതിരി ഉണ്ടാവും കേട്ടോ. ഡിവൈഡറൊക്കെ ഈ ടൈപ്പ് ഡിവൈഡറാണ് നമ്മൾ നാട്ടിലും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സെയിം തന്നെയാണ്, 6 വരി പാത. പക്ഷേ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ലെവൽ അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ടോൾ ഗേറ്റാണ് ഇത്. നല്ല ഭംഗിയായിട്ട് ഇതിലുള്ളൊരു ഗേറ്റ് കാണാം നമുക്ക്. വലിയ താമസമൊന്നും ഇല്ലാണ്ട് നമ്മൾ ഗേറ്റിൽ നിന്ന് കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഫാസ്ടാഗ് ഉള്ളതുണ്ട്. കാശ് അടച്ച് വേറെ എന്തോ കാർഡൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കാണുന്നത്. അപ്പോൾ നമ്മളിത് ഫാസ്ടാഗിൽ തന്നെ നമ്മൾ കടന്നിട്ടുണ്ട്. എത്രയോ ഒരു നല്ല ഹൈറ്റിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡ് ഭാഗങ്ങളൊന്നും കാണുന്നില്ല. ഒരു പുഴയോ മറ്റോ ആണ് അവിടെ കാണുന്നത്. അതിൻ്റെ ബ്രിഡ്ജാണ് മുന്നിലുള്ളത്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ ആവും. സൂപ്പർ ആട്ടോ, ഹാങ്ങിങ് ബ്രിഡ്ജ്. ഈ പുഴേൻ്റെ അതാണ്, ഈ ലേക്കിലാണ് നമ്മളിപ്പോൾ കടന്നു വന്നത്. അതിൻ്റെ ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കണ്ടിരുന്നത്. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കേന്ദ്രത്തിൽ നമ്മളെ കയറ്റിയിട്ടു. ഇത് മുള കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഇവിടെ. എല്ലാ അടിപൊളി ഡ്രസ്സുകളും ബെഡ്ഷീറ്റുകളും മുള കൊണ്ടാണ് ഫുള്ള് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ക്വാളിറ്റി സാധനങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഐറ്റങ്ങൾ മൊത്തം അതാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ല, നല്ല ലക്ഷറി ബെഡ്ഷീറ്റുകളൊക്കെ കാണാം നമുക്ക് ഇവിടെ. എല്ലാ ഡ്രസ്സ് ഐറ്റംസും നമുക്കിവിടെ അവൈലബിൾ ആണ്. മെയിനായിട്ട് ഷാളാണ് കേട്ടോ ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ കൂടി ഇവിടെ നമ്മളെ സമയം പോയി. അപ്പോൾ ഇനി ഇവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്നുണ്ട്. നമുക്ക് കാണാം ഹാലോങ് ബേയിലേക്കുള്ളൊരു വെൽക്കം ബോർഡ് കാണാം ഇവിടെ. ഇവിടുന്ന് ഇനി റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ബാംബൂന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നിരിക്കുന്നത് ഈ ക്രൂയിസിലേക്കാണ്. ക്രൂയിസിൻ്റെ എൻട്രിയിലാണുള്ളത്. പിന്നെ ബാംബു നല്ല ക്വാളിറ്റി പ്രോഡക്റ്റൊക്കെ, ബട്ട് നമ്മളെ വണ്ടിയിലുള്ള ആരും വാങ്ങിച്ചില്ല. അപ്പോൾ ഒരു 1.25 മണിക്കൂർ നമുക്ക് ചുമ്മാ അവിടെ സമയം പോയി കഴിഞ്ഞു. ഇനി നേരെ ഫെറിയിലാണ് അടുത്ത നമ്മളെ യാത്ര. ഒരു ഐലൻഡ് സന്ദർശനമാണ്. ഇവിടെ കേട്ടോ നമ്മൾ ക്രൂയിസിലേക്കുള്ള എൻട്രി. അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്ത ഒരു അടിപൊളി ബിൽഡിംഗ്.
ഈ മുകളിലേക്ക് എക്സ്കലേറ്റർ കാണാം നമുക്ക്. ഇവിടെ ഇത് അത്യാവശ്യം സ്നാക്സൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ സ്വിമ്മിങ്ങിനൊക്കെ വേണമെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റിയ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. ക്യാപ്പ്, വെയിലൊക്കെയാണ് ഇപ്പോൾ പുറത്ത്, അപ്പം ക്യാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും ഇതിൽ കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട് ഇത് കണ്ടില്ല, നല്ലൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാമ്പു സ്റ്റൈലിലാണ്, പക്ഷെ ബാമ്പു തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ നിർത്തിയിട്ടിരിക്കുന്ന ക്രൂയിസുകളുടെ ഇതിലൊന്ന് നമുക്കുണ്ടാവും. ഒത്തിരി ക്രൂയിസുകളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വാഹനം വരുമ്പോൾ, ബസ് വരുമ്പോൾ അതിന് കണക്കായിട്ടുള്ള ക്രൂയിസുകൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിൽ കയറി. ഇതാണ് നമ്മൾ ആ ബിൽഡിങ്, നേരത്തെ കണ്ടിരിക്കുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ ക്രൂയിസാണ് ഈ സെക്കൻഡ് കാണുന്നത് കേട്ടോ. അടിപൊളി ക്രൂയിസ്. ഇതൊരു സെമി ലക്ഷറി ക്രൂയിസാണ് കേട്ടോ. 2 നിലയുള്ള ഒരു സെമി ലക്ഷറി ക്രൂയിസ് ഒക്കെ വേറെ ഉണ്ട്. അത് കുറേ ഉള്ളോട്ടേ വരുള്ളൂ, ഈ കരയിലേക്ക് അത് അടുക്കില്ല. അപ്പോൾ അവിടുന്ന് പിന്നെ ചെറിയ ബോട്ടിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ആളെ. അപ്പോൾ ഇതിന് 2 നില, അതിൻ്റെ മുകളിൽ നമുക്ക് ടോപ്പിൽ ഫോട്ടോക്കൊക്കെ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ അത്യാവശ്യം സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളെ ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ലഞ്ചിൻ്റെ ടൈമായി. ഇപ്പോൾ നമ്മൾ 8 മണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ റണ്ണിങ്, പിന്നെ അരമണിക്കൂറിൽ കൂടുതൽ ആ കടയിൽ നിന്ന് അതൊക്കെ കൂടി ആയപ്പോൾ ലഞ്ചിന് ടൈമാണ്. അപ്പോൾ ലഞ്ചാണ്. 6 ആൾക്ക് വെച്ചിട്ടുള്ള സീറ്റുകളാണ് അറേഞ്ച് ചെയ്ത്. അപ്പോൾ റൈസ് ഉണ്ട്, പിന്നെ പ്രോൺസ്, ഒരുപാട് ഐറ്റംസ് കിട്ടും. അത്ര മോശം ഐറ്റംസ് ഒന്നും ഇല്ല. പക്ഷേ ഈ പ്രോൺസൊക്കെ ഒരു ഹാഫ് കുക്കിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് അത്ര റെഡി ആവില്ല. കണ്ടില്ലേ, അടിപൊളി. ഫുഡിലൊന്നും പറയാനില്ല. നമ്മളെ ക്രൂയിസിൽ നിന്ന് ഇപ്പോൾ ഒരു ഗ്രാൻഡ് ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിതാ അടുത്തൊരു ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാനുള്ളത് കേട്ടോ. ഈ ക്രൂയിസിൻ്റെ 3ാമത്തെ നിലയിലാണുള്ളത്. ഒത്തിരി നിലകളിലുള്ള അടിപൊളി ലക്ഷറി ക്രൂയിസാണ് കേട്ടോ ആ കിടക്കുന്നതൊക്കെ. അപ്പുറത്തേക്ക് ആക്കിയിട്ട് കുറേ എണ്ണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. അവയൊക്കെ നടുക്കടലിൽ വരുള്ളൂ. അവിടുന്ന് ഇതേമാതിരിയുള്ള ചെറിയ ബോട്ടിലേക്ക് നമ്മളെ കരയിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മളെ ബോട്ടിപ്പോൾ കരയിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് അത്യാവശ്യം സ്പീഡ് എടുത്തിട്ടു. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. പിന്നെ സൈഡ് സീനുകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ പറ്റും നമുക്ക്. ഇതാ വേറെ ഒരു ക്രൂയിസ് ഇതാ കിടക്കുന്നു. പിന്നെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഇതേമാതിരി മലകളാണ് കേട്ടോ. ഇതൊക്കെ ഓരോരോ ദ്വീപുകളാണ് ശരിക്കും. ഈ ദ്വീപുകളുടെ എണ്ണം വെച്ചാണ് ഇവരുടെ 7000 ദ്വീപുകൾ സമൂഹമാണ് ശരിക്കും വിയറ്റ്നാം. ഓരോന്നും ഓരോ ടൈപ്പാണ്. കണ്ടിരുന്ന് പോകും കാണുമ്പോൾ. നമ്മൾ ഈ ക്യാബിലൊന്ന് കയറി നോക്കിയതാണ്. ഇവിടെ ഇതാ ഒരു പൊട്ടിക്കേറി കിടക്കുന്ന മാതിരിയുള്ളൊരു എന്താ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല ഹൈറ്റുള്ളൊരു മല കാണാം. നമ്മളെ ക്രൂയിസ് ഇവിടെ കരയ്ക്കണിഞ്ഞാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ആണ്, ഈ മലേൻ്റെ മുകളിലാണ് കുറേ ഗുഹകളുണ്ട്. ഇവിടുന്ന് കണ്ടില്ല, ഇവിടുന്ന് നോക്കിയാൽ തന്നെ കുറച്ച് കാണാം നമുക്ക്. മുകളിലൊക്കെ ആളുകൾ നിൽക്കുന്നത് കാണാം, ചെറുതായിട്ട് കാണാം. അപ്പോൾ അവിടേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത്. കുറേ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കാലിനും മുട്ടിനൊക്കെ ആരോഗ്യമുള്ളവർ കയറിയാൽ മതി. അത്രയും കയറാനുണ്ട്. അതിനുള്ളിൽ കൂടി ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്.
അപ്പോൾ നമ്മൾ ഏതായാലും അങ്ങോട്ട് കയറാൻ തന്നെ തീരുമാനിച്ചു. കയറിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ആദ്യത്തെ ആ ഗുഹ കണ്ട് അതിന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ദൃശ്യമാണിത്. നമ്മളെ ബോട്ടാണ് അപ്പുറം കാണുന്നുണ്ട്. ഇതാണ് കേട്ടോ മുകളിൽ കയറിയുള്ള സ്ഥിതി. ഇതേമാതിരി ഗുഹകളാണ് കംപ്ലീറ്റ് ഉള്ളത്. ഇതിൻ്റെ അകത്തേക്കൊക്കെ ആൾക്ക് ഇറങ്ങി പോകാൻ പറ്റും. ഇത്രയും സൗകര്യമുള്ളതാണ്. കുറേയൊക്കെ ആളുകളെ ഒരു മാൻ പവറൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തതായിരിക്കും. എന്നാലും ഇത് ആ മലേൻ്റെ ഉള്ളിലുള്ളൊരു ഗുഹയാണ്. ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത്. ഇത്തരം കുറേ ഉണ്ട്. 1.5 കിലോമീറ്റർ നടക്കാണ്ട് എന്നാണ്. അതിൻ്റെ ഒരു ഭാഗമാണ്, ചെറിയൊരു ഭാഗം. ഈ ഗുഹയിൽ കൂടി നടക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ വാച്ച്മാൻ സിറ്റിയിലുള്ള ഗുഹയിൽ കൂടിയൊക്കെ നടന്നത് കുനിഞ്ഞ് നടന്നതാണ്. അതേമാതിരി സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നീണ്ടു നേർന്ന് നടക്കാൻ പറ്റും. പക്ഷേ അത്ര നടക്കുന്ന വഴികളൊക്കെ അത്ര സുഗമമായിരിക്കില്ല. അത് നോക്കി നടന്നാൽ മതി. എന്താ തിരക്ക് നോക്കി. ഇവിടെ വരുന്ന എല്ലാവരും ഒരു ഒട്ടുമിക്ക ആളുകളും ഒക്കെ കയറുന്നുണ്ട് കേട്ടോ. വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല കയറുന്നതിന്. അടിപൊളി സ്ഥലം. ഇതെന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കേട്ടോ. ലൈനായിട്ട് ആൾക്ക് പോകാൻ പറ്റും. എത്ര ആൾക്ക് വേണേൽ നിൽക്കാൻ പറ്റിയ ഏരിയ ഉണ്ട് അവിടെ. പക്ഷേ ഓരോ ഇത് വൺ വേ ആണ്. പോകുന്നതൊരു വഴിക്ക്, വരുന്നത് വേറെ ഒരു വഴിക്കാണ്. അതുകൊണ്ട് തട്ടിത്തടഞ്ഞ് വീഴുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ആവശ്യത്തിന് പ്രോപ്പർ ലൈറ്റും ഉണ്ട്. ചില ഭാഗത്ത് മാത്രം ചെറിയ ഇരുട് കാണുന്നുണ്ട്. ഒരു ഗൈഡ് അവിടെ അവരെ ഗ്രൂപ്പിനെയും കൊണ്ട് പോകുന്നുണ്ട്. ഒരു ഫ്ലാഗൊക്കെ ആയിട്ട് പോകുന്നതാണ്. ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ഗ്രൂപ്പൊക്കെ ഏടേക്കും എത്തിപ്പോയി, കുറേ മുന്നിലെത്തിപ്പോയി. ഈ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന സീനാട്ടോ അത്. അത്രയും വെളിച്ചടിക്കുന്ന ഈ ഒരു കേവിൽ നടന്ന് കാണാനുള്ളത് 1.5 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മൾ നോർമൽ റോഡിൽ തന്നെ നടന്ന് 1.5 കിലോമീറ്റർ നടക്കുമ്പോഴേക്ക് നല്ല വെയിലും ചൂടും ഒക്കെ ആണെങ്കിൽ പൈപ്പ് കിട്ടും. അപ്പോൾ അത് താഴോട്ട് നോക്കി നടന്നിട്ടില്ലെങ്കിലും പണി കിട്ടും. നല്ല സ്റ്റെപ്പുകളാണ്. നല്ല ബാക്കിൽ കാണില്ലേ, ഇതേമാതിരി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകണം. അപ്പോൾ നമ്മൾ തിരിച്ചു വരാം കേട്ടോ. കേവ് കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി സ്റ്റെപ്പ് ഇറങ്ങിയാൽ നമ്മൾ താഴെ എത്തും. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരോ അത്ഭുതങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിയറ്റ്നാമിലൊരു അത്ഭുതമാണ് ഇത്. ഒരു മൊത്തം മലേൻ്റെ ഉള്ളിൽ ആണ് നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അതാണ്. അങ്ങനെ 1.5 കിലോമീറ്റർ താണ്ടി നമ്മൾ താഴെ എത്തിയിട്ടോ. ഇത് വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഒരു സാധനമാണ്. അതെന്തായാലും ഇതിന് കൊടുക്കേണ്ടതുമാണ്. വളരെ മനോഹരം. അപ്പോൾ നമ്മൾ കയറുന്നത് വേറൊരു സൈഡിൽ, ഇറങ്ങുന്നത് വേറൊരു സൈഡിലേക്കാണ്. അപ്പോൾ ഇറങ്ങുന്ന സൈഡിലേക്ക് നമ്മളെ ക്രൂയിസ് വന്ന് കിടക്കുന്നുണ്ട്. അമേസിങ് ആണ് കേട്ടോ ഇത്. അമേസിങ്, വേറെ ഒന്നും പറയാനില്ല. ആ സ്റ്റെപ്പ് കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് മുകളിൽ കണ്ടൊരു ആളുകൾ നിൽക്കുന്നുണ്ട്. അതിനുള്ളിൽ കൂടി, കേവിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ഇതാ അതിലിങ്ങനെ പോയി നമ്മൾ തിരിച്ച് ഇറങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ കേവിൻ്റെ അടുത്ത് നിന്ന് അടുത്തൊരു വാട്ടർ സ്പോട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ എത്തിയത്. വാട്ടർ സ്പോട്ടിലേക്ക് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് റണ്ണിങ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കയാക്ക് എടുത്തു. 2 ആൾക്ക് കയറാൻ പറ്റിയ കയാക്കാണ് നോക്കിയത്. അങ്ങനെ കയാക്കിങ്ങിലാട്ടോ നമ്മളുള്ളത്. ഞാനും എൻ്റെ ബോസും 2 ആൾ മാത്രം അതിൽ. വളരെ നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ്. അടിപൊളി ഒരു ഇത്. അപ്പോൾ ഇത് മറിയാൻ ചാൻസ് ഉണ്ട്. ക്യാമറ നോക്കണം, ബാഗ് നോക്കണം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുഴയൽ അറിയാത്തതുകൊണ്ട് മറിയാൻ ചിലപ്പോൾ മറിഞ്ഞൂടെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ച ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ.
അപ്പോൾ നമ്മൾ കേവിലെത്തിട്ടോ. കേവിലാണ് ഈ ഒരു ഗുഹയിലുള്ള കൂടെ അങ്ങോട്ട് പോയാൽ മതി, അപ്പുറത്തേക്ക് എത്തും. നല്ല രസമുള്ളൊരു ഗുഹയാണ്. ആ ഭാഗം തന്നെ ഈ ഭാഗം തന്നെ പോയി. ഞാൻ പഠിപ്പിക്കുകയാണ് പുള്ളിനെ. പുള്ളിത് കുറേ ചെയ്തതാണ്, പക്ഷേ ഇപ്പം കുറേ കാലമായിട്ട് നമ്മൾ ചെയ്യാത്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, അതാണ്. അടിപൊളി. ഇതിൻ്റെ ടോപ്പ് നോക്കിയാൽ അടിപൊളിയാട്ടോ, അടിപൊളി വ്യൂ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് പേര് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ചെറിയൊരു ബോയ് പുള്ളി നല്ല ആക്റ്റീവായിട്ട് തുഴയുന്നുണ്ട്. കയാക്കിങ്ങിന് പ്രത്യേകിച്ച് സമയമൊന്നും പറയുന്നില്ല കേട്ടോ. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നമ്മളെ ഈ തോണി തുഴഞ്ഞൊരു പരിചയമില്ലാത്തതുകൊണ്ട് നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോഴേക്ക് ശരിയായി. പക്ഷേ ഈ ഇരുത്തണ്ടല്ലോ, ഇരുത്തം നീണ്ടു തോന്നുന്ന മാതിരിയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ വേഗം നിർത്തി. പക്ഷേ ഇതിൽ വേറെ അപകടങ്ങളുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ ബോട്ടുണ്ടല്ലോ, കുറേ ആളെ കയറ്റി പോകുന്ന സാധനം കാണാൻ നമുക്ക്. ആ സാധനത്തിൻ്റെ തുഴച്ചിൽ ഭയങ്കര നീളമായിരിക്കും അതിൻ്റെ ആ പങ്കായം. അപ്പോൾ അതൊക്കെ നമ്മളെ തലയ്ക്ക് വന്ന് തട്ടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അവർ വളരെ ശ്രദ്ധിച്ചേ വിടുള്ളൂ. വല്ലപ്പോഴും തട്ടിപ്പോയാലോ തട്ടിമാരി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഫിനിഷ് ചെയ്ത് തിരിച്ചെത്തി. എന്താണ് എക്സ്പീരിയൻസ്? ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അമേസിങ്, വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന് ശരിക്ക് നമ്മളെ പാക്കേജിൽ ഇത് ഇൻക്ലൂഡാണ്. അതല്ല, പാക്കേജിൽ ഇല്ലാത്ത ആളുകളും നമ്മളെ ക്രൂയിസിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 5000 VND അടയ്ക്കണം ഇതിലേതെങ്കിലും കയറണമെങ്കിൽ. ബീച്ചിൽ സ്വിമ്മിങ്ങിന് വേണമെങ്കിൽ കുറച്ച് നേരം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെയുള്ള കുറേ ആൾക്കാർ ഇവിടെ സ്വിമ്മിങ്ങിന് വേണ്ടി പോയിട്ടോ. നമ്മൾ എക്സ്ട്രാ സ്വിമ്മിങ് ഡ്രസ്സൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ ഉള്ള ഡ്രസ്സ് നനയ്ക്കണമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ഈ ഗ്രൗണ്ടിലൊക്കെ ഈ മണലിന് ഫുട്ബോൾ കളിക്കുന്ന ടീമിനെ കാണാം. അവരൊക്കെ എൻജോയ് ചെയ്യുന്ന ഒക്കെ ടൂറിസ്റ്റുകളാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ബോള് വാടകയ്ക്ക് എടുക്കാൻ കിട്ടും. അപ്പോൾ ഏകദേശം സന്ധ്യയോട് അടുത്തിട്ട് ഇനി ഈ ഒരു സൺസെറ്റ് കൂടി കണ്ടിട്ട് പോകാമെന്നുള്ളത് കൊണ്ട് നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നതാണ്. ബോട്ടിലാണിപ്പോൾ നമ്മളുള്ളത്, ഷിപ്പിലാണുള്ളത്. ഷിപ്പ് ചെറുതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു സൗകര്യം കൂടി നമുക്ക് എന്തായാലും അവർ ചെയ്തു തന്നു. ഇപ്പോൾ വിയറ്റ്നാമിൽ പോയിട്ട് അവിടുത്തെ സൺസെറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. പക്ഷെ ഒരു സൺസെറ്റ് കാണുമ്പോഴേക്കും അടുത്ത മലയിൽ മറവ് വരും. അതാണ് സംഭവിക്കുന്നത്. ഒരുപാട് നേരം ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചിട്ട് കിട്ടുന്ന വ്യൂസാണ് കേട്ടോ ഇത്. കാരണം നമ്മുടെ ഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഡംബര ക്രൂയിസുകളുടെ രാത്രികത്തെ രൂപമാണ് കേട്ടോ ഇത്. ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിച്ച് പൊളിച്ചിട്ടുള്ളതാണ്. കാരണം അതിൽ തന്നെ ആയിരിക്കും അവർ സ്റ്റേ ചെയ്യും. അതിലുള്ള യാത്രക്കാർക്കൊക്കെ അതിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതൊരു വേറെ തന്നെ ഒരു പാക്കേജാണ്. 2 നൈറ്റൊക്കെ ഈ ഷിപ്പിൽ കൂടി തന്നെ, ക്രൂയിസ് കൂടി തന്നെ നമുക്ക് കടലിൽ കൂടി തന്നെ കളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പാക്കേജും ഉണ്ട് കേട്ടോ ഈ കൂടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞ മാതിരിയാണ്. കാരണം ഈ ഒരു കയാക്കിംഗ് അല്ലെങ്കിൽ ഇവിടുത്തെ വാട്ടർ സ്പോർട്ടോട് കൂടിയിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 2.5 മണിക്കൂർ അങ്ങോട്ടേക്ക് യാത്രയുണ്ട്. അപ്പോൾ വളരെ എഫർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കണം. അപ്പോൾ വിയറ്റ്നാമിൽ നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. നാളെ കോഴിക്കോട്ടേക്ക് തിരിക്കും. പുതിയൊരു വീഡിയോ കാണും വരെ ബൈ.